എല്ലാവർക്കും ഓട്ടോമേഷൻ എൻജിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് റൺ ടൈമിൽ ഫീച്ചർ ഫയലിൽ എഴുതിയേക്കുന്ന ഒരു പർട്ടിക്കുലർ സിനാരിയോ ഇഗ്നോർ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു യൂസ് കേസ് എന്ന് പറയുന്നത് നമ്മളൊരു സിനാരിയോ എഴുതി അതിൻ്റെ കൂടെ സെക്കൻഡ് സിനാരിയോ കൂടെ എഴുതി. അപ്പം ഫസ്റ്റ് സിനാരിയോ വർക്ക് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് സിനാരിയോ വർക്ക് ചെയ്യുന്നില്ല. അപ്പം സെക്കൻഡ് സിനാരിയോ ഡീബഗ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ ഈ ഫീച്ചർ ഫയൽ ഫുള്ളായിട്ട് ഫീച്ചർ ഫയൽ റൺ ചെയ്യുമ്പോൾ രണ്ട് സിനാരിയോ ഒരുമിച്ച് റണ്ണാകും. നമുക്ക് റണ്ണാകാത്ത സെക്കൻഡ് സിനാരിയോ മാത്രം ഡീബഗ് ചെയ്യാൻ മതി. അങ്ങനെയുള്ള കേസിൽ ഫസ്റ്റ് സിനാരിയോ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു @ എന്ന് പറഞ്ഞൊരു ഇഗ്നോന്നൊരു സ്പെഷ്യൽ ടാഗ് ഉണ്ട്. അപ്പോൾ ആ ടാഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സിനാരിയോ റൺ ടൈമിൽ സ്കിപ്പ് ചെയ്യാം. അങ്ങനെ സിനാരിയോ 2 മാത്രം ഡീബഗ് ചെയ്ത് ഇഷ്യൂ കണ്ടുപിടിച്ച ശേഷം ആ സിനാരിയോ ഫിക്സ് ചെയ്യാം. അപ്പം ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ ഒരു യൂസ് കേസ്. ഇനി നമുക്ക് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനിൽ @ ഇഗ്നോർ എന്നുള്ള സ്പെഷ്യൽ ടാഗിനെ കുറിച്ച് എന്താണ് പറഞ്ഞേക്കുന്നത് നമുക്ക് വായിച്ച് നോക്കാം. ഞാൻ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ ലിങ്ക് ബ്രൗസർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കരേറ്റയുടെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ. ഇതിൻ്റെ അകത്ത് ഇൻഡെക്സ് എന്നൊരു സെക്ഷനകത്ത് ടാഗ്സ് ഓർ ഗ്രൂപ്പിംഗ് എന്നൊരു മെനു ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്പെഷ്യൽ ടാഗ്സ് എന്ന സെക്ഷനകത്ത് @ ഇഗ്നോർ എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. ഈ ടാഗ് യൂസ് ചെയ്ത് നമുക്ക് റൺ ടൈമിൽ ഒരു പർട്ടിക്കുലർ സിനാരിയോ സ്കിപ്പ് ചെയ്യുകയോ ഇഗ്നോർ ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ ടാഗിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിരിക്കുന്നത് എനി സിനാരിയോ വിത്ത് ദിസ് ടാഗ് വിൽ ബി സ്കിപ്ഡ് അറ്റ് റൺ ടൈം. ദിസ് ഡസ് നോട്ട് അപ്ലൈ ടു എനിത്തിങ് ദാറ്റ് ഈസ് കോൾഡ് ദോ. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ടാഗ് ഒരു പർട്ടിക്കുലർ സിനാരിയോയുടെ മുകളിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനാരിയോ സ്കിപ്പ് ആവും. അപ്പം ഞാൻ ആ ടാഗ് ഫസ്റ്റ് സിനാരിയോ ആയ ക്രിയേറ്റ് എ ന്യൂ പോസ്റ്റിനുള്ള സിനാരിയോയ്ക്ക് മുകളിലായിട്ട് ആഡ് ചെയ്യാൻ പോവാണ്. ആ ടാഗ് ആഡ് ചെയ്തു. അതിനുശേഷം ഫോർമാറ്റിംഗ് കറക്റ്റ് ആക്കാൻ പോവാണ്. ഫീച്ചർ ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഫോർമാറ്റുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഫോർമാറ്റിംഗ് കറക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഫയൽ സേവ് ചെയ്യുന്നു. ഇപ്പം നിലവിൽ ഈ ഒരു ഫീച്ചർ ഫയലിൽ 5 സിനാരിയോസ് ആണുള്ളത്. ഇനി എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് സിനാരിയോ ആയ ക്രിയേറ്റ് എ ന്യൂ പോസ്റ്റിനുള്ള ആ ഒരു സിനാരിയോ റൺ ആകുകയില്ല. റിപ്പോർട്ടിൽ നോക്കുമ്പോൾ മൊത്തം 4 സിനാരിയോ ഡീറ്റെയിൽസ് മാത്രമേ കാണുള്ളൂ. ഇനി നമുക്ക് ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യാൻ വേണ്ടി ഫീച്ചർ ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റണ്ണസ് എന്നുള്ള ഓപ്ഷനെ ഹോവർ ചെയ്ത ശേഷം കുക്കുംബർ ഫീച്ചർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ലോക്കൽ ഫേക്ക് ജേസൺ സെർവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉറപ്പുവരുത്തുക. അതിന് ശേഷം മാത്രം ഫീച്ചർ ഫയൽ റൺ ചെയ്യുക. ഞാൻ എൻ്റെ കേസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഫീച്ചർ ഫയൽ റൺ ചെയ്യുന്നത്. എക്സിക്യൂഷൻ സ്റ്റാർട്ടായി. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ റിപ്പോർട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം ബ്രൗസറിൽ. ഫീച്ചർ ഫയൽ പാസ്സായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗ്രീൻ ബോക്സ് 1 എന്നുള്ള കൗണ്ട് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ സമ്മറി സെക്ഷനത് നോക്കിക്കഴിഞ്ഞാൽ എത്ര സിനാരിയോസ് ഉണ്ടെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനകത്ത് 4 സിനാരിയോസ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. 4 പാസ്സായിട്ടുണ്ട്. ഇഗ്നോർ എന്നുള്ള ടാഗ് യൂസ് ചെയ്തുകൊണ്ട് 4 സിനാരിയോസ് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ ഫസ്റ്റ് സിനാരിയോ ഇതിൻ്റെ അകത്ത് ഇപ്പം ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. അത് @ ഇഗ്നോർ എന്നുള്ള ടാഗ് യൂസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു പർട്ടിക്കുലർ സിനാരിയോ മാത്രം റൺ ടൈം സ്കിപ്പായത്. അപ്പം അങ്ങനെയാണ് ആ ഒരു പർട്ടിക്കുലർ ടാഗ് യൂസ് ചെയ്ത് നമുക്ക് സിനാരിയോ ഏതെങ്കിലും പർട്ടിക്കുലർ സിനാരിയോ സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഇതുപോലെ എല്ലാ സിനാരിയോസിനും ആ ടാഗ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ
എല്ലാ സെനാരിയോസും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. അപ്പം @ignore എന്ന ടാഗിൻ്റെ പ്രാക്ടിക്കൽ യൂസേജ് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഈ ഈ ചേഞ്ച് എല്ലാം നമുക്ക് ഗിറ്റിലേക്ക് പുഷ് ചെയ്യണം. അപ്പം ഗിറ്റിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ഞാൻ ഓൾറെഡി ഒരു പുതിയ പ്ലേലിസ്റ്റായിട്ട് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഗിറ്റ് അറിയത്തില്ലാത്തവർ അത് കണ്ട് റെഫർ ചെയ്ത് സ്വന്തമായിട്ട് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അത് ഗിറ്റ് കമാൻഡ് യൂസ് ചെയ്ത് ഗിറ്റ് ഹബിലേക്ക് പുഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആ വീഡിയോ നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ ഈ കോഡ് ഗിറ്റ് ഹബിലേക്ക് പുഷ് ചെയ്യാൻ പോവുകയാണ് ഗിറ്റ് കമാൻഡ് യൂസ് ചെയ്ത്. അതിനുവേണ്ടി ഈ പ്രൊജക്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം പ്രോപ്പർട്ടീസിൽ പോയി അതിനുശേഷം സിസ്റ്റം എക്സ്പ്ലോററിലേക്ക് പോയി ആരോ ബട്ടനെ ക്ലിക്ക് ചെയ്ത് സിസ്റ്റം എക്സ്പ്ലോററിലേക്ക് തന്നെ പോകും. അതിനുശേഷം ഈ പ്രൊജക്റ്റിൻ്റെ അകത്തുനിന്ന് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ആദ്യമേ ഇതിൻ്റെ അകത്ത് ഈ പർട്ടിക്കുലർ പ്രൊജക്റ്റിനകത്ത് ചേഞ്ചസ് ഗിറ്റ് സ്റ്റാറ്റസ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്ത് നോക്കാം. പുഷ് ചെയ്യാത്ത ചേഞ്ചസ് റെഡ് കളറിൽ കാണിക്കും. ഇത്രയും ചേഞ്ചസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചേഞ്ചസ് സ്റ്റേജിങ്ങിലേക്ക് ആഡ് ചെയ്യാം. അതിനുവേണ്ടി യൂസ് ചെയ്യേണ്ട കമാൻഡ് ഗിറ്റ് സ്പേസ് ആഡ് സ്പേസ് ഡോട്ട്. ഇനി വീണ്ടും ഗിറ്റ് സ്റ്റാറ്റസ് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഗ്രീൻ കളറിൽ കാണിക്കും. ഇനി കമ്മിറ്റ് മെസ്സേജ് ആണ് കൊടുക്കേണ്ടത്. കമൻറ്റ് മെസ്സേജ് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും മീനിങ് കമൻറ്റ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നെങ്കിൽ മാത്രമേ നമുക്ക് കമൻറ്റ് മെസ്സേജ് നോക്കി എന്തെങ്കിലും റിവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്ന കേസസിൽ നമുക്ക് അത് നോക്കി റിവേർട്ടൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് പുഷ് ചെയ്യാം. ചേഞ്ചസ് പുഷ് ആയിട്ടുണ്ട്. ചേഞ്ചസ് നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. സൈൻ ഇൻ ചെയ്തു. ഇനി നമുക്ക് ആ റിപ്പോസിറ്ററിയിൽ നമ്മൾ പുഷ് ചെയ്ത ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, നമ്മൾ കൊടുത്ത ആ ഒരു കമൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വരുത്തിയ ചേഞ്ചസ് ആ ഒരു ഫയലിൽ വന്നിട്ടുണ്ടെന്ന് നോക്കാം. നമ്മൾ ആഡ് ചെയ്ത @ignore എന്നുള്ള ടാഗ് കറക്റ്റായിട്ട് ഗിറ്റ് ഹബിൽ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ചേഞ്ചസ് നമ്മൾ ഗിറ്റ് ഹബിലേക്ക് പുഷ് ചെയ്യുന്ന ഗിറ്റ് കമാൻഡ് യൂസ് ചെയ്ത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആ ഗിറ്റിൻ്റെ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് തീർച്ചയായിട്ടും കാണുക. അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ടെസ്റ്റർക്കും ഡെവലപ്പറും എല്ലാവർക്കും വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ് ഗിറ്റ്. റിയൽ ടൈമിൽ നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കോഡിങ് ഓട്ടോമേഷൻ കോഡ് എഴുതുമ്പോൾ നമ്മൾ ഗിറ്റ് യൂസ് ചെയ്തായിരിക്കും സോഴ്സ് കോഡ് മാനേജ്മെൻറ്റ് നടത്തുന്നത്. അപ്പം ഗിറ്റ് അറിയാത്ത വലിയൊരു പോരായ്മയാകും നിങ്ങളുടെ റെസ്യൂമിൽ. അപ്പം ഗിറ്റ് പരമാവധി പഠിക്കാൻ ശ്രമിക്കുക. വളരെ ഈസിയാണ്. ഗിറ്റ് കമാൻഡ്സ് യൂസ് ചെയ്ത് തന്നെ കോഡ് പുഷ് ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി പേര് വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും
സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ദയവ് ചെയ്ത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ പുതിയ വീഡിയോ റിലീസ് ചെയ്യുമ്പോൾ റെസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.